Praise the Lord. I thank the Lord for His goodness this morning that we were all able to come together in this place. What a joy it is to gather together as the children of God. Amen. I want you to respond to me, because when you respond, a quiet church means you do not, what that symbolizes is you do not find value in responding to the Holy Spirit. Amen. But tonight, let me tell you, if you respond to the Holy Spirit will speak right back to you. And the Holy Spirit will change lives. David says, I have more joy in my heart when I come into the house of God than when there's new grain and wine abound. Amen. ദാവീദ് പ്രകാരം പറയുകയാണ്, ധാന്യവും വീഞ്ഞും അവർക്ക് വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. ഈ രാത്രികാലം ദൈവസന്നിധിയിൽ വന്ന ദൈവ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, നീ അല്പം സന്തോഷിക്കണം. കാരണം ഈ ചുവരുകളുടെ പുറത്ത് നിന്നെ കാത്തിരിക്കുന്ന എന്തൊക്കെയോ കാണും. എന്നാൽ ഈ രാത്രികാലം നീ അതിനെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് പറയണം, ശരിയാണ്, ബുദ്ധിമുട്ടുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഈ രാത്രികാലം ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ കൂടി വന്ന് എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം കണ്ട് പേടിക്കട്ടെ സാത്താൻ. ഹല്ലേലൂയ. I'm so happy and so glad to be here tonight. I don't want to use up the few minutes that I have to say anything other, to lift up anything other than the name of Jesus. Amen. Tonight, when the name of Jesus is risen up in a place, there is victory. And unless the Holy Spirit enables you, you cannot raise up the name of Jesus. Amen. The Bible says, unless the Holy Spirit compels a man, he cannot admit that Jesus Christ is Savior. Amen. പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ യേശു രക്ഷകൻ എന്ന് പറയുവാൻ കഴിയുകയില്ല. യേശു രക്ഷകൻ എന്ന് ഈ സ്ഥലത്തൊന്ന് പറഞ്ഞു തുടങ്ങണം. Amen. ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? Can you speak the name of Jesus in this place tonight? Could you start speaking the name of Jesus in this place? Young people, I know ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ചില രണ്ട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്ന്, അവർ ഒരുപാട് നേരം നോക്കിയിരിക്കും. ഒന്നിൽ ചിലർ നോക്കാതെ താഴോട്ട് നോക്കിയിരിക്കും. ഇത് രണ്ടിൽ എന്ത് ചെയ്താലും ഈ അടുത്ത 10 നിമിഷത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ യേശുവിന്റെ നാമം ഒന്ന് സംസാരിച്ചു തുടങ്ങിക്കേ. Speak the name of Jesus in this place tonight, because when you speak the name of Jesus, things start to change. Let me tell you, Acts chapter 3, there was a man there, Peter and John. The Bible says at about 3 p.m. in the afternoon, 3 മണി നേരത്ത് സുന്ദരം എന്ന ദേവാലയത്തിന്റെ അടുത്തേക്ക് അവർ നടന്നു പോയി. അവർ നടന്നു പോയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, a lame man, a man that's been sitting there for a long time. And they told him one thing. They said, look at me. Amen. Tonight I invite your attention and I tell you to look at the Word of God. Look at the Word of God. And this man looked up at them. He's been sitting there for many, many years now. He's been stuck in a circumstance. But the words right after, Peter said thus, gold and silver I do not have, but in the name of Jesus Christ, rise up and walk. Tonight, that is the value of the name of Jesus Christ. വെള്ളിയും പൊന്നും ഒന്നുമില്ല, ഒന്നും തരുവാനില്ല, എന്നാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം ഇവിടെ ഒന്ന് സംസാരിച്ചാട്ടെ. ആ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ഇരുത്തിക്കളഞ്ഞ പലതിനെയും എഴുന്നേൽപ്പിക്കുവാൻ അതിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ പ്രായമോ ആരാണ് പറയുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല. എന്നാൽ യേശുവിന്റെ നാമം ഈ സ്ഥലത്ത് ഉയർത്തപ്പെടുന്നു എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ആ യേശുവിന്റെ നാമം ഒന്ന് പറഞ്ഞാൽ, ചില നിമിഷങ്ങൾ പറഞ്ഞാൽ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇരുന്നു പോയത് ഇനിയും ഒരിക്കലും എഴുന്നേൽക്കയില്ല, വല്ല കട്ടിലിന്റെയും ഇടയിൽ നീ ഇരുന്നു പോകും എന്ന് നിന്നെ കുറിച്ച് പറഞ്ഞത് യേശുവിന്റെ നാമത്തിന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രികാലം ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുന്ന ചിലർ ചില നിമിഷം മാത്രം, അല്പനിമിഷങ്ങളൊന്ന് കരങ്ങളെ അടിച്ചൊന്ന് ആരാധിച്ചാട്ടെ. കാരണം ആരാധിക്കുവാൻ പറയുന്നത് യേശുവിന്റെ നാമത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ്. There is power in the name of Jesus. Tonight, circumstances that you face in life, maybe family trouble, I do not know where you go through, but tonight, whatever it might be, speak the name of Jesus over it. Amen. Speak the name of Jesus over it. When you speak the name of Jesus, deliverance happens. In the next few minutes, I'm going to turn your attention to a Bible passage. I want you to all turn with me to Nehemiah chapter 1. And if one of my young friends could read it out for me, a young man or a young woman could read it out loud, that would be awesome. Nehemiah chapter 1. Tonight, I truly believe when you speak the name of Jesus in this place, things are going to be rebuilt once again. Amen. If you believe in that, I want you to shout hallelujah. Amen. Speak the name of Jesus in this place.
And through the word of God, things are going to be rebuilt. Things that you thought was forever shattered, in the name of Jesus, can be rebuilt. We're going to look at a passage that goes along with this, a rebuilding process by the name of Jesus. Nobody can rebuild anything in your life except for the name of Jesus. Because if you had tried to rebuild, you wouldn't be in this place tonight. You can work. You can work. You can try to find ways outside these walls and try to make it happen. But maybe some of you have tried that for years. It has come to nothing. And tonight you're in this place. So when you are in this place, use your time to worship the Master in heaven and tell God, Lord, I've been trying to stand up on my own for years now. It has come to nothing. But tonight I heard, if I speak the name of Jesus over my situation, things will rise up. And so tonight in faith, would you speak the name of Jesus? Hallelujah, would you speak the name of Jesus? Amen. We will see from the word of God how the name of Jesus rebuilds. How the name of God, when you speak out Yahweh into a place, that can rebuild. Nehemiah chapter 1, verse 9. No, Nehemiah, just a minute. Nehemiah chapter 2, verse 2, please. Amen. We will go back to that. If somebody can also read Nehemiah chapter 2, verse 2 for me, please. Amen. If you can read that one last time, please. Oh, amen. Tonight, the man of God, Nehemiah, he's in exile right now. അവനെ അടിമയായിട്ട് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ മുഖം കണ്ട് വിഷാദിച്ചിരുന്ന മുഖം കണ്ട രാജാവ് തന്നോട് ചോദിക്കുകയാണ്, ആർത്തസറസ് രാജാവ് നെഹമ്യായോട് ചോദിക്കുകയാണ്, നിന്റെ മുഖത്തെന്താണ് സങ്കടം? ഈ രാത്രികാലം നിന്റെ സങ്കടം കണ്ടിട്ട് നടന്നു പോകുന്നവരെ ഒരുപാട് നീ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു രാജാവ് നിന്റെ മുഖത്തെ വിഷാദം ഒന്ന് കാണട്ടെ. ഈ രാത്രികാലം പലര് കണ്ടിട്ടും മാറിപ്പോയ വിഷാദം കർത്താവിൻ്റെ മുൻപിൽ നീ ഒന്ന് കാണിച്ചാൽ നിന്റെ ജീവിതത്തെ പണിയുവാൻ എൻ്റെ കർത്താവിന് ഒരിക്കൽ കൂടെ കഴിയും. ഹല്ലേലൂയ. ഈ രാത്രികാലം യെശയ്യാവിന് അത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. താൻ പ്രവാചകനാണ്. എന്നാൽ റബാനിക് ട്രഡീഷൻ പറയുന്നത് തൻ്റെ അപ്പൻ ആമോസ് ഒരു യഹൂദയിലെ രാജാവിനോട് ബന്ധമുള്ളയാളാണ്. എന്ന് വെച്ചാൽ താൻ ഉസ്സയ രാജാവിൻ്റെ ഫാമിലിയാണ്. പല ട്രഡീഷനും പറയുന്നത് ഫാമിലിയാണ്. അതുകൊണ്ട് താൻ ആ മനുഷ്യനിലേക്ക് സഹായത്തിന് നോക്കിയിരുന്നു. തൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിരുന്നു, തനിക്കൊരു സ്ട്രെങ്ത് ആയിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ ആ രാജാവ് മരിച്ചു പോയപ്പോൾ യെശയ്യാവിന് എന്തെന്നറിയാത്ത ഒരു അങ്കലാപ്പ് വന്നു. തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം പോയി, ഇത്രയും നാളും കർത്താവുണ്ട്, പക്ഷെങ്കിൽ മനുഷ്യൻ്റെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് തരുവാനൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ യെശയ്യാവ് നിൽക്കുമ്പോൾ താനൊന്ന് കണ്ണടച്ചു. താൻ സ്വർഗത്തിലേക്കൊന്ന് കണ്ണുയർത്തി. ഈ രാത്രികാലം എന്താണ് ചെയ്യുവാൻ അറിയാത്തത്, എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരിക്കുന്ന ദൈവ പൈതലേ, ഒന്നൊന്ന് കണ്ണ് അടച്ച് നീ സ്വർഗത്തിലേക്കൊന്ന് നോക്കി തുടങ്ങ. ഹല്ലേലൂയ. നോക്കുവാൻ ഒരു സ്ഥലവുമില്ലെങ്കിലും സ്വർഗത്തിലേക്കൊന്ന് നോക്കി തുടങ്ങ. ഈ രാത്രികാലം സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെ നിനക്ക് കാണുവാൻ കഴിയും. നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിന് മുൻപിൽ സിംഹാസനായിരിക്കുന്ന യേശു ഒന്ന് ഉയരട്ടെ. മറ്റ് എന്ത് നീ നോക്കി കണ്ടിട്ടും ഒരു കാര്യവുമില്ല. എന്റെ യേശു ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടാൽ നിന്റെ ജീവിതത്തിന് മാറ്റമാണ് കേട്ടോ. അത് വെറുതെ പറയുന്നതല്ല. യെശയ്യാവിന് അവനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒന്ന് മേളിലേക്ക് നോക്കേണ്ടി വന്നു. ഈ രാത്രികാലം നിന്റെ കുറവിനെ കണ്ടൊന്ന് ഉണർന്നാൽ, ഞാൻ നിന്റെ കുറവുകൾ ഉണ്ട് എന്ന് പ്രസംഗിക്കുവാൻ വന്ന ഒരു യുവാവല്ല, എന്നാൽ നീ അതിനെ കണ്ടുണർന്നാൽ നിന്നെ മാറ്റി നിന്റെ നാവിന് ആവശ്യമുള്ള ക്ലൻസിങ് തന്ന് അതിന്മേൽ ദൈവവചനം വെച്ചിട്ട് നിന്നെ ഒരു വിടുതലാക്കുവാനും എൻ്റെ കർത്താവിന് കഴിയും. Amen. Jesus is not a God that brings you forward, judges you and says, hey man, I exposed you, now get out. No, Jesus never does that. Jesus brings a man forward, looks him in the eye. He understands exactly what's happening to him, what goes on behind those cornea, behind the lenses. Sees him, looks on him with compassion, and then heals him. Amen. Tonight, Jesus is not a God that exposes you and then makes you a public nuisance. No. My God wishes to cleanse you
make you new, and then make you a miracle. Amen. There's not a lot of people that do that. പക്ഷെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിലേക്കൊന്ന് നോക്കിയാൽ, ഈ രാവിലെ കാലം നോക്കിയാൽ നിന്നെ വിടുതലാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അല്പനിമിഷങ്ങൾ കൊണ്ട് ഞാൻ വചനത്തിലേക്ക് തിരിച്ചു വരട്ടെ. Nehemiah chapter 2 verse 2. So it says, so the king asked me, why are you sad? If you look back in history, for about a little less than 150 years, the walls of Jerusalem have been broken. The people of Israel have been taken as exiles, അടിമകളായി, by the king of Babylon. 3 പ്രാവശ്യം അവർ തിരിച്ച് പ്രവാസത്തിൽ നിന്ന് മടങ്ങി പോകുവാനായി തയ്യാറെടുത്തു. ഇത് 3ാമത്തെ ജേർണിയാണ്. Amen. എന്നാൽ ഈ രാത്രികാലം ദൈവ മനുഷ്യന്റെ സങ്കടം കണ്ട രാജാവ് തന്നോട് കരുണ തോന്നിയതുപോലെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവിന് കരുണ തോന്നുവാൻ പോകുകയാണ്. കർത്താവ് ചിലത് പണിയുവാൻ പോകുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ കൊണ്ട് നെഹമായ ചെയ്ത 3 കാര്യങ്ങൾ പണിക്ക് ചെയ്യുവാനായി, കർത്താവ് ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുവാനായി നിനക്കൊരു റോളുണ്ട്, എനിക്കൊരു റോളുണ്ട്. അത് നമ്മൾ ഫെയ്ത്ത്ഫുള്ളായി ചെയ്താൽ പണിക്കാരൻ കർത്താവാണ്. ഞാനൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പൂർണ്ണ തുക മനസ്സിലാകുവാൻ ഈ വാക്യം മാത്രം മതി. ഇത് അവസാനം അല്പനിമിഷങ്ങളിൽ ഞാനത് വായിക്കാം. എന്നാൽ ഇത്രമാത്രം അറിയുവാനേ ഉള്ളൂ, കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പണിയെല്ലാം ചെയ്യുന്നത് കർത്താവാണ്. എന്നാൽ നെഹെമ്യാവ് ചെയ്ത ആദ്യത്തെ 2 കാര്യങ്ങളാണ് നെഹെമ്യാവ് ചെയ്തത്. നെഹെമ്യാവ് 2 കാര്യം ചെയ്തപ്പോൾ കർത്താവ് 3ാമത്തെ ഒരു കാര്യം ചെയ്തു. ആദ്യത്തെ കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Nehemiah chapter 2 verse 17, please. Oh, amen. Yes. Amen. Yes, amen. That would be good. And if you can quickly transport over to Nehemiah chapter 6 verse 11. Oh, amen. Should such a man as I run away? Tonight, in order for God to start rebuilding in your life, you need to rise up. Amen. You need to stand up straight. You need to once again rise up and start building. Nehemiah said he saw everybody. He saw opposition from the Arabs, from Sanballat, from Tobiah, everybody. But he said, a man like me, a godly man, will never run away. Tonight in the front, when you face circumstances in life that makes everybody scared and come to their knees, do not fall to your knees. You serve a living God. Amen. I encourage you to rise up tonight. ഈ രാത്രികാലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക കർത്താവിന് വേണ്ടി. ജീവിതത്തിൽ നീ കേൾക്കുന്ന ന്യൂസ് എല്ലാം പറയുന്നത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവര് ഈ ജീവിതാനുഭവത്തിൽ കൂടെ പോയിട്ട് നിങ്ങൾ വെറുതെ ഈ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള സിറ്റുവേഷന്റെ അന്ത്യം എന്താണെന്ന് ഒരുപാട് കണ്ടിട്ടുള്ളവരല്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെ പറയുമ്പോൾ നീ നോക്കി പറയണം, ശരിയാ, ഈ രോഗത്തിന്റെ പ്രോഗ്നോസിസ്, ഈ സിറ്റുവേഷന്റെ പ്രോഗ്നോസിസ് ഇത് തന്നെയാ. എന്നാൽ നിങ്ങൾക്കറിയാത്ത അദർശ്യനായ കഴിവുള്ള ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ പറയുമില്ല, ഇതിന്റെ അവസാനം ഇങ്ങനെയല്ല. ഇതിന്റെ അവസാനം ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇതിന്റെ അവസാനത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് വിശ്വസിച്ചുകൊണ്ട് നെഹെമ്യാവ് എഴുന്നേറ്റ് നിന്നു. രണ്ടാമതായി അവൻ പണിയുവാനായി തുടങ്ങി. അവൻ സർവേ ചെയ്തു. നെഹെമ്യാവ് 4:3 ഒന്ന് വായിക്കുമോ? Amen. Now can you read the beginning of verse 6? Amen. Yes. Tonight after you rise up, you need to start rebuilding. Amen. You need to take action. Standing up is good, but in order to take action when there's opposition from all 4, maybe 5 enemies around you, that takes heart. Just having heart will only take you so far, but having Jesus within your heart, having the Holy Spirit tethering on the strings of your heart and telling you, I will give you victory, that will make you go far. Amen. Tonight, stand up, start rebuilding. And as my time comes to an end, let me tell you the last thing. No, I've to add one more thing. When you do rebuild, there's one important key that you need to use while rebuilding. A specific hammer, a specific tool that you need to use to rebuild. Read chapter 4, verse 9. Yes. Amen. Tonight, against your issues, against your enemies, set up a watch of prayer. Amen. It doesn't say they just circled there. They had people as security, but they also had a watchtower of prayer. Tonight, let there be a watchtower of prayer in your life. I heard about dear Lijo Andy. We set up a watchtower of prayer around them. You set up a watchtower of prayer around her.
and God delivers. Amen. Tonight, set up a watchtower of prayer around your life. Places that you cannot reach, places that you cannot send in a recommendation letter. Prayer and the prayer of the saints can reach there. Amen. Do you believe that? Tonight, if you believe, there's a God that will begin moving on your issue. And the last thing, maybe you're looking at me and saying, Jeff, maybe you may not have faced as many things as us. You're right. I may not have. But tonight, let me tell you, things that I have faced, my family has faced, that's the experiences that my faith is built on. Because the God of the Bible is not a God you see and believe. You have to see and believe. But your belief grows deeper and stronger when you taste and see. Amen. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രിയാൻറ്റിയോട് പറയുകയായിരുന്നു. പ്രിയാൻറ്റി പറഞ്ഞു, സക്രിയാവ് പുരോഹിതനാണ്, ഒരുപാട് പേരെ കരങ്ങളിലെടുത്ത്, ഒരുപാട് കുഞ്ഞുമക്കളെ കരങ്ങളിലെടുത്ത് താൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിൻ്റെ അകത്ത് വലിയൊരു കരച്ചിലാണ്, എനിക്ക് അനുഗ്രഹിക്കാൻ വീട്ടിൽ ചെന്നെടുക്കാൻ ഒരു കുഞ്ഞില്ല. എന്നാൽ ഈ രാത്രികാലം അങ്ങനെ വിലപിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനായവനെ ഒരു ഗിഫ്റ്റായി അവർക്ക് കൊടുത്തതുപോലെ നിന്നെ ഒരുക്കുകയാണ് എന്ന് നീ വിശ്വസിക്കണം. മറ്റുള്ളവരെ പണിയുവാനായി നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടി പോകരുത് കേട്ടോ. പ്രാർത്ഥനയുടെ ഒരു തടാകം അതിന് ചുറ്റും, പ്രാർത്ഥനയുടെ ഒരു വോള് വെച്ച് നീ കെട്ടിപ്പൊക്കണം. എന്നിട്ട് നീ പറയണം, ഞാൻ തളർന്നു പോകുകയില്ല, എൻ്റെ കൂടെ പരിശുദ്ധനായ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ യഹോവയുണ്ട്. അതുകൊണ്ട് ഈ രാത്രികാലം ഞാൻ പ്രാർത്ഥനയുടെ ഒരു മതിൽ കെട്ടുമെന്ന് പറഞ്ഞ് തകർന്നു പോകില്ല. തകർന്നു പോകുവാൻ വേറെ ഒരുപാട് പേര് പുറത്തുണ്ട്. തകർന്നു പോകുവാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ട. എന്നാൽ ബുദ്ധിമുട്ടിന്റെ ഇടയിൽ കർത്താവിനെ മാത്രം മുൻകണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പണിയുവാൻ പ്രത്യേക വിശ്വാസം വേണം. ആ വിശ്വാസത്താൽ കർത്താവ് നിങ്ങളെ നയിക്കട്ടെ. ഇതെല്ലാം പോയാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പല നാളുകളായി എഴുന്നേക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, വീണു പോവുകയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല എന്ന് ബുദ്ധിമുട്ടോടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പറയുകയില്ല. വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ, മോനെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു ഗുണവുമില്ല എന്ന് എങ്ങനെയോ പിശാച് നിന്റെ മനസ്സിൽ കൊണ്ടിട്ടാൽ, അവസാനമായി നെഹമായ അവർ പറയുകയാണ്. നെഹമായ എല്ലാം പ്ലാൻ ചെയ്ത മനുഷ്യനാണ്. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, തനിക്കൊരു പ്ലാൻ ഉണ്ട്, ആൾക്കാരെ കൂട്ടുവാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. മാനുഷിക തലത്തിലെല്ലാം തികഞ്ഞവനാണ് നെഹമ്യാവ്. ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു രാജാവ്, താൻ ഒരു വെറും സെക്യുലർ വർക്കറാണ്. താൻ അവിടുത്തെ ഫുഡ് ഡ്യൂട്ടീസിൽ ഇൻവോൾവ് ആയ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ മുഖത്തെ വിഷാദം നോക്കിയിട്ട് രാജാവ് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഫേവറബിൾ ആയിട്ടുള്ള വെർഡിക്റ്റ് കൊടുക്കണമെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് കാണണം എന്ന് വെച്ചാൽ മാനുഷികമായ എബിലിറ്റികളെല്ലാം ഉണ്ട്. എന്നാൽ ഈ മനുഷ്യനും പറയുകയാണ്, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുകയാണ്, വിശ്വാസത്താൽ ഞങ്ങളുടെ ജീവിതം ഒന്ന് പണിയുവാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നശ്വരമായാലും, ഇതൊന്നും ഫലം കണ്ടില്ലെങ്കിലും, ഞാനൊരു ദൈവ മനുഷ്യനാണ്. തൻ്റെ വിശ്വാസം നിങ്ങളൊന്ന് വായിക്കണം, അത് അടയാളപ്പെടുത്തിയിടണം, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി. നെഹമായ 2:20. Tonight, this is the confidence. I want everybody to turn to Nehemiah chapter 2 verse 20. That's the last thing we'll read. That is the confidence of the man of God. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കഴിയുമെങ്കിൽ ഒന്ന് വായിക്കുമോ? Oh, amen. Once again, dear brother. Amen. അത് മലയാളത്തിൽ ഒന്ന് വായിക്കുമോ? Hallelujah. ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കട്ടെ. എനിക്ക് സാധിപ്പിക്കുവാൻ കഴിയുകയില്ല, നീ ശ്രമിച്ചിട്ട് സാധിക്കാത്തത് സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം നിനക്കായി സാധിപ്പിക്കട്ടെ. Tonight I'm prophesying from the word of God and telling you, let the God of heaven make something happen in your life. എല്ലാ ഡോറും നീ മുട്ടിയിട്ട് എല്ലാം അടഞ്ഞാലും ഈ രാത്രികാലം ദൈവം എന്നോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും. സ്വർഗത്തിലെ ദൈവം തുറന്നാൽ ആ കതക് വല്ലപ്പോഴും അടഞ്ഞു പോകുന്നതല്ല, അത് എപ്പോഴത്തേക്കും തുറന്നതാണ്. നീ ഈ രാത്രികാലം പലവട്ടം ഇത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടും വിശ്വസിക്കുവാൻ കഴിയാത്ത ദൈവ പൈതലേ, ദൈവം പറയുകയാണ്, ഒരിക്കൽ കൂടെ സ്വർഗത്തിലെ ദൈവം ആ കാര്യം സാധിപ്പിക്കും. എമോസിലെ ശിഷ്യന്മാർ ക്ലിയോപാസും തന്റെ ഭാര്യയും എന്നെ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ട്. കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിനോട് കൂടെ പഠിച്ചു, യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലായി. എന്നാൽ സങ്കടത്തോടെ തിരിച്ചു പോകുമ്പോൾ, യേശു അവരോട് കൂടെ നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് യേശുവാണെന്ന്. യേശുവിനോട് പറയുകയാണ്, നിനക്ക് അറിയുകയില്ലയോ, നസ്രയത്തുകാരനായ യേശു വലിയ പ്രവാചകനായിരുന്നു, വലിയ പഠിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു, പണ്ഡിതനായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചു, അവർ കൊന്നുകളഞ്ഞു. ഈ രാത്രികാലം വചനം ഒരുപാട് നാൾ കേട്ടതുകൊണ്ട് ഇപ്പോഴും
യേശു ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിൽ കർത്തൃത്വം നനയ്ക്കുവാൻ കഴിയാവുന്നവനാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. നീ നല്ല ഒരു ടീച്ചറായി കർത്താവിനെ കണ്ടിട്ട് പ്രവചനം പറയും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവിതം മാറുകയില്ല. എന്നാൽ ഈ രാത്രികാലം നിനക്ക് കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ യേശുവിനെ ഒന്ന് വിളിച്ചിട്ട്, Lord, I want you to be the Lord of my heart. I want you to be the Lord of my life. And if you fully submit out of the love of your heart, with submission from your heart to Jesus, then your eyes will open. Amen. യേശു ക്രിസ്തുവാണ് ജീവിതത്തിന്റെ കർത്താവാണ് എന്ന് മനസ്സിലായത് കണ്ണുകളെ തുറന്നപ്പോഴാണ്. ഈ രാത്രികാലം നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കട്ടെ. ജീവിതത്തിൽ നിന്നെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന, നീ ഒരിക്കലും തിരിച്ചു പണിയുകയില്ല എന്ന് നിന്നെ മാറ്റിവെച്ച് നിർത്തുന്ന പല കാര്യത്തിന്മേലും നീ പ്രവചിച്ചൊന്ന് പറഞ്ഞേ, ഞാൻ ഇന്ന് ദൈവവചനത്തിൽ കൂടെ കേട്ടു, സ്വർഗത്തിലെ ദൈവം എനിക്ക് ജയം തരും. ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം തരുന്ന ജയത്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പണിയട്ടെ. അവിടെ വീട് കിടക്കുകയായിരിക്കും, എന്നാൽ യേശുവിൻ്റെ നാമത്തിന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയൂ. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന്മേൽ യേശുവിൻ്റെ നാമം ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് ചുമ്മാതെങ്കിലും പറഞ്ഞു നോക്ക്. ആ നാമത്തിന് അത്രമാത്രം ശക്തിയാണ്. അതനുഭവിച്ചവനാണ് ഞാൻ. അതനുഭവിച്ച സാക്ഷ്യം എൻ്റെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, യേശുവിൻ്റെ നാമം നിന്റെ ജീവിതത്തെ ഒന്ന് വീണ്ടും പണിയട്ടെ. Tonight let me tell you, please speak the name of Jesus. If you know absolutely nothing else, speak the name of Jesus over your circumstances. Just say, Jesus, I don't even know that many Bible verses. I don't even know what exactly to tell you. But tonight I heard from this guy, the name of Jesus really does wonders. Tonight speak the name of Jesus over your circumstances. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന പ്രിയ സഭയ്ക്കും ദൈവദാസനും I thank you wholeheartedly. He's a great man of God. I've only met him for a couple minutes, but I can feel the anointing and the few words we shared together, the love he has for Jesus and for ministry. Amen. And dear Andy is a lovely firecracker of energy. Amen. So much love and joy coming from her face. We were able to connect with some people. She did ministries on the street. We have a newfound ministry. It's called Canada Street Ministry. It's headed by Brother Finney Pulikotel in London. We go out into the streets of Canada. Our vision is to reach all the cities of Canada with the name of Jesus. Because like we heard, what is the name that saves? Amen. What is the name that saves? Amen. There's only one name. There's not multiple ways to be saved. There's only one name, the name of Jesus. Amen. Tonight he also works among the homeless. We work among the homeless, spreading the love of Jesus among them in London specifically. Toronto, once every Saturday. We have a ministry plan to New Brunswick. We plan to come everywhere. And tonight, if you have Jesus in your heart, we invite you to join us and stand with us. Wherever you're from, whatever walk of life you're in, whatever church you go to, let's come together. And here, when we're here, let's go out on the streets of Calgary and raise the name of Jesus together. For that one day, maybe 2 days. Amen. I've finished up my undergrad degree at Western University in London. I'm pursuing graduate school now. Continue to pray for me. My mom, dad, younger sister, they're all in London. Thank you for the love. Thank you for your prayers. I will remember you all. May the good Lord bless you. Even if I forget you, the name of Jesus. I'm getting a little older now. I may forget. But the name of Jesus will hold you together. Thank you, dear pastor. I especially like to thank my dear Andy and Uncle Anish, Uncle and Christy Andy, and dear Sam for their love. They're a blessing. Thank you. I feel like I'm among family. Amen. And what holds us together is the name of Jesus. Tonight, that name is sufficient to rebuild everything in your life that has been broken down. May the good Lord bless you all.